നമ്മളുടെ ജീവിതത്തിൽ പല ആളുകൾ നമ്മളുടെ ചുറ്റിനുമുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളോട് കൂടുതൽ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഓരോ കാര്യത്തിനും നീ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു, നീ എന്താ അങ്ങനെ ചെയ്തത്, അങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന്. ഒരിക്കലുമില്ല. നമ്മളുടെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും നമ്മൾ എന്താണെന്ന് അറിയുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മളോട് എക്സ്പ്ലനേഷൻ ചോദിക്കേയില്ല. അവർ സൈലൻ്റായിട്ട് നമ്മൾ തെറ്റ് ചെയ്താൽ അവർ തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് ചോദിക്കുന്നവർ ഒരിക്കലും നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുകയില്ല, സ്നേഹിക്കുകയില്ല. അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് അടുക്കളയിൽ എളുപ്പം ആക്കാൻ പറ്റുന്ന കുറച്ച് പണികൾ, നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയിലെ പണികൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ മീൻകറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിലും എന്ത് കറിയിലാണെങ്കിലും ഉപ്പോ പുളിയോ എന്തെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തേങ്ങാപ്പാലെടുത്ത് ഇതുപോലെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. കറി ഡബിൾ ടേസ്റ്റും ആകും. അതുപോലെ തന്നെ ആ ഉപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ബുദ്ധിമുട്ട്, കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ മീൻകറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുക അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ്, ട്രഡീഷണൽ ടേസ്റ്റ് പോകുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു കമ്മൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മിക്കവർക്കും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെവിയിൽ വേദന അല്ലെങ്കിൽ പഴുക്കും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ പലവർക്കും ഉണ്ടാകാറുണ്ട്, മിക്കവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ കയറ്റി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ചെവി പഴുത്ത് കഴിഞ്ഞാൽ വളരെയധികം വേദനയാണ്, ചെവി വേദന എടുക്കും, അതുപോലെ തന്നെ ചൊറിച്ചിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലുള്ള കമ്മലുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊന്നും അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് കടക്കാം. ഇതുപോലെ എണ്ണമെഴുക്ക്, നമ്മൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഡിഷ് വാഷിൻ്റെ ഒപ്പം ലിക്വിഡിൻ്റെ ഒപ്പം നമ്മൾ കുറച്ചുകൂടി വിനാഗിരി, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ ഒരു ഉളുമ്പും മണമോ, അതുപോലെ തന്നെ നമ്മൾ മീൻ മുറിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കൂടുതൽ പാത്രങ്ങൾ നമുക്ക് കഴുകാനുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ച്, അതുപോലെ തന്നെ കൊണ്ട് തന്നെ ഒരു എത്ര മറ്റേത് നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഒന്ന് വെയിലത്ത് വെക്കും, അങ്ങനെയൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പാത്രങ്ങൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ പാലിൻ്റെ പാത്രങ്ങൾ, മെഴുക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് കുറേ ഒന്നും കഴുകി ഒരക്കൊന്നും ചെയ്യാണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ പുറത്ത് ഒഴിച്ച് കളയുന്നതായിരിക്കും നല്ലത്. നമ്മൾ സിങ്കിലൊന്നും ഒഴിക്കാതെ അത് നമ്മൾ അത് പുറത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ സാധാ വെള്ളം ഒന്ന് ചുറ്റിച്ച് കഴുകിയിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ചെടുത്ത് നമ്മൾ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ തന്നെ അതിലുള്ള മെഴുക്കും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നീറ്റാക്കി കിട്ടും കേട്ടോ. അതുപോലെ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് ഇതുപോലെ കഴുകുമ്പോൾ വെള്ളവും നല്ല രീതിയിൽ ലാഭമാണ്. ഞാനിത് സിങ്കൊന്നും തേച്ച് കഴുകാതെ തന്നെ ആ ഒരു ലിക്വിഡ് കൊണ്ട് നമ്മൾ പാത്രം കഴുകുമ്പോൾ തന്നെ നമ്മളെ സിങ്കും നല്ല രീതിയിൽ നീറ്റായി കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ. കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി, ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്ന വെളുത്തുള്ളിയൊക്കെ കുറേ നമുക്ക് വേണ്ടി വരും. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ മൂടും ആ ഒരു അടിഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കളയാട്ടോ. ഇത്തിരി തള്ളി നിൽക്കുന്നതാണെങ്കിൽ നല്ലതാണ്. എനിക്ക് അങ്ങനത്തെ ഇല കിട്ടിയത്, അതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു. ഇത്തിരി തള്ളി പുറത്തേക്ക് നിൽക്കുന്ന മൂടാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് എഫക്റ്റാണ്. ഒരു പാൻ ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വെളുത്തുള്ളി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നതുകൊണ്ട് ഒരെണ്ണം മാത്രം വെച്ചിട്ടുള്ളൂ. ഇതുപോലെ ഒരു 4 സെക്കൻഡ് നിങ്ങൾ ഇതുപോലെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നടുവിനെ കീറുക. നടുവിനെ ഇങ്ങനെ നല്ല രീതിയിൽ കീറിയെടുത്തതിന് ശേഷം വെറുതെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കുക. ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇതാക്കി എടുത്താൽ നല്ല എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൽ നിന്ന് ഇങ്ങനെ അടന്ന് വരും. ഒട്ടും ഒരു ബുദ്ധിമുട്ടും തോന്നൂല. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ മടിയാണെങ്കിൽ വേറൊരു ഐഡിയയും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നും വരില്ല. ആ മൂട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന മൂടാകുമ്പം ഒത്തിരി കട്ട് ചെയ്ത് കളയാനായിട്ട്, അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പോകും. തള്ളി നിൽക്കുന്നതാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇതേ നമ്മൾ ഇതുപോലെ അല്ലികളാക്കിയിട്ട് ഇതുപോലെ പാനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്താ പറയുക, വളരെ അധികം വെളുത്തുള്ളി നമുക്ക് ഒലിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ല, അടന്ന് ഇങ്ങോട്ട് പോരും. നമ്മൾ മൂടൊന്നും ചെത്താതെ തന്നെ ആ അല്ലികൾ അതിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഒലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ്. അതുപോലെ നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ ഈ ചുട്ട പോലത്തെ വെളുത്തുള്ളി ഇട്ട് തന്നെ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്തായിട്ട് നമ്മൾ ബെഡ്, എനിക്കൊരു ചെറിയ മോനുണ്ട്. അപ്പം അവനിക്ക് പാമ്പേഴ്സൊക്കെ വെച്ച് കൊടുത്താലും എന്താ പറയുക, ഇപ്പം മഴക്കാലം കൊണ്ട് കുറച്ച് ലീക്കൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബെഡ് ആദ്യം നല്ലതുപോലെ കൊട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡയും ഒരു അരിപ്പയും വേണം. അരിപ്പയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൈകൊണ്ട് തൂകി ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ അരിപ്പ എടുക്കുന്നത് നല്ല ഈവണായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടർക്കിയോ അല്ലെങ്കിൽ കൈകൊണ്ടോ, ഞാൻ ടർക്കി കൊണ്ടിട്ടാണ് എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ഇതുപോലെ ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ബാഡ് സ്മെല്ലൊക്കെ പോകുവാനും അതുപോലെ തന്നെ മൂത്രമൊക്കെ കിടന്നതിന് ഈ മൂട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഇടുമ്പം അതൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നമുക്ക് ബെഡ് കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഏതെങ്കിലും നല്ല മണമുള്ള ഒരു പൗഡർ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹിമാലയൻ ഇരിക്കുന്നത്, അത് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതെടുത്താൽ മതി കേട്ടോ. അത് നല്ലതുപോലെ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടർക്കി കൊണ്ട് എല്ലായിടത്തും ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ മഴക്കാലം മുമ്പ് നമുക്ക് ബെഡൊന്ന് പുറത്തിടാനോ വെയിൽ കൊള്ളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മൂത്രത്തിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മണക്കും ബെഡിലൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. 1 മണിക്കൂർ ഓപ്പണായി ഇട്ടതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള കുറച്ചധികം നല്ല ടിപ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. അതെല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ല കിടിലം വീഡിയോയുമായി വരുന്നവരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.